ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ബിജു കണ്ടക്കൈ എന്ന് പറയുന്ന AKG സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈയുടെ മൊബൈലിലേക്കാണ്. വാട്സപ്പ് സന്ദേശമായിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമിതിയിൽ പുതുതായി ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ബിജു കണ്ടക്കയ്യെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പാരമ്പര്യമൊന്നും അറിയില്ല. നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, പത്തനംതിട്ടയിൽ പത്മകുമാർ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, 42 വർഷമായി ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്തവരെ പിടിച്ച് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. സ്വാഭാവികമായും പലർക്കും അതിൽ അതൃപ്തിയുണ്ട്. പലരും പറയുന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ തുടരാൻ എനിക്ക് ആഗ്രഹമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നോക്കൂ, ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ഒരുത്തനെ പിടിച്ച് സംസ്ഥാന സമിതിയിൽ അംഗമാക്കുന്നു, ഒരു പ്രൊമോഷൻ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായി ഈ ഗൂഢാലോചനയിൽ ഭാഗഭാക്കായിട്ടുള്ളവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂ പഠിപ്പുര വരെ പോകേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, ഈ പ്രശാന്തൻ ഒരു ബിനാമിയാണ്. പ്രശാന്തനെ വെച്ച് ആരൊക്കെയാണ് കരുക്കൾ നീക്കുന്നത് എന്ന് പാർട്ടിയിലുള്ളവർക്ക് തന്നെ അറിയാം. നേരത്തെ അഡ്വക്കേറ്റ് പ്രമോദ് പറഞ്ഞതുപോലെ ഒരു ഭൂമാഫിയ, കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പൈതൽ മലയിലടക്കം ടൂറിസം വികസിപ്പിക്കാനുള്ള ചില പ്രൊജക്റ്റുകളൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നത് പെട്രോൾ പമ്പ് എന്ന് മാത്രമാണല്ലോ. അതല്ല, പെട്രോൾ പമ്പ് ഒരു വിഷയമേ അല്ല. ആ വിഷയം അവതരിപ്പിച്ച് യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമമാണ് നടന്നത്. അവിടെയാണ് ഈ കോൺസ്പിറസി പാർട്ട്, ഗൂഢാലോചന, അത് കൃത്യമായി അന്വേഷിക്കേണ്ടത്. പക്ഷേ വലിയ IPS ഉദ്യോഗസ്ഥരൊക്കെയുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘം അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. പകരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ കേസിൽ അടിയന്തരമായും കുറ്റപത്രം സമർപ്പിക്കാനാണ് അവർ മുന്നോട്ട് പോകുന്നത്. അഥവാ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പോവുകയാണെങ്കിൽ പറയാമല്ലോ, കൃത്യമായിട്ട് ഇതാ കുറ്റപത്രം ഞങ്ങളിത് സമർപ്പിച്ചിരിക്കുന്നു. ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ അപ്രഹെൻഷൻസ് അതൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ അടിയന്തരമായി കുറ്റപത്രം കൊടുക്കുക. അങ്ങനെ ഒരു നീക്കമല്ലേ നടക്കുന്നത്? നമ്പ്യാർ, ഇതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ അവസാനം സംസാരിച്ച അഡ്വക്കേറ്റ് പിന്നെ പ്രമോദ്, അദ്ദേഹം വന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞു. വളരെ കൃത്യമായിരിക്കുന്ന CPIMൻ്റെ ഉന്നത നേതൃത്വം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീകണ്ഠാപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു 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 എന്താ പറയുക, നമ്മുടെ ഭൂമി ക്രയവിക്രയത്തിനുള്ള രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ പുറകിനകത്ത് വളരെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഏതാണ്ട് ഒരു ഭാഗികമായി അറിഞ്ഞെടുത്തോളം കാലം 10,000-കണക്കിന് ഏക്കർ ഭൂമി ഈ വിധത്തിൽ തട്ടിയെടുത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ക്വാറി മാഫിയ വളരെ ഭീകരമായ തോതിൽ ഖനനം നടത്തി ഒരു രൂപ പോലും ആ ഭാഗങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി ഇനത്തിൽ കൊടുക്കാതെ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിൻ്റെ അതിഭീകരവും ഭയാനകവുമായിരിക്കുന്ന ചിത്രം, അതായത് കേരളത്തിലെ ഖജനാവിന് വരേണ്ടിയിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന പണം, ആ സംഭവത്തിൻ്റെതായിരിക്കുന്ന മൊത്തം ഡോക്യുമെന്റുകൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ രേഖയായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു എന്ന് അറിയുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വാനിഷ് ചെയ്യണമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിത്തീരുന്നു. അതിനുണ്ടാക്കി വച്ചിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ അഴിമതി ആരോപണം എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും. ഈ അഴിമതി ആരോപണം അതിൻ്റെ ഭാഗമായാണ് അന്നത്തെ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ, ഇപ്പോഴത്തെ പുതിയ ന്യൂലി ഇലക്ടഡ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ജയരാജൻ പറഞ്ഞത് വളരെ സതുദ്ദേശപ്രേരിതമായി അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ധീരയായ ഒരു സഖാവിൻ്റെ ധീരമായ ഇടപെടലായിരുന്നു അത് എന്ന്. അതിന് ഈ പഞ്ചായത്ത് PP ദിവ്യ പറഞ്ഞതാവട്ടെ, ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അതിഉദാത്തമായ, അതേപോലത്തെ പോലെ ഒരു ദൈവതുല്യൻ വേറെയില്ല. അതാണ്
അതിഉദാത്തമായിരിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ ഒരു ചങ്ക് പടക്കും അതും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ ഒരു കഥയുണ്ടാക്കി വരുന്ന ഒരു ഭയാനകമായ ചിത്രം നോക്കൂ. നിങ്ങൾ ആദ്യം വളരെ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ ശരിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഈ പ്ലോട്ടുകൾ തയ്യാറാക്കിയെന്ന് തിരിച്ച് അന്വേഷിക്കാതിരിക്കുന്ന ഒരു പോലീസ് അന്വേഷണ സംഘം, അതിനകത്ത് 3 IPS ഉദ്യോഗസ്ഥന്മാരുടേതായിരിക്കുന്ന അന്വേഷണത്തിന്റെ അതീവ ജാഗരൂകമായ ശ്രദ്ധയുണ്ടെന്ന് പറയുക. ഇത് പറഞ്ഞിട്ട് പോലും ഇത് അന്വേഷിക്കാതിരിക്കുകയും ആരാണ്ട് ഏതോ ഞൊണ്ണന്മാരെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ തിരിച്ചറിയുന്ന സംഭവം പറഞ്ഞാല് നമ്മൾക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നതാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ നടക്കുന്ന എണ്ണം പറഞ്ഞിരിക്കുന്ന ദുരൂഹമായ കൊലപാതകങ്ങൾ, എണ്ണം പറഞ്ഞ ദുരൂഹമായ കൊലപാതകങ്ങൾ, അതിലേറ്റവും ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായ കൊലപാതകമാണ് എൻ്റെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരാൾ എറണാകുളത്ത് തീവണ്ടി തട്ടി മരിച്ച സംഭവം. ആരാണ് അന്വേഷിച്ചത്? മിസ്റ്റർ നമ്പ്യാർ, ആരാണ് അന്വേഷിച്ചത്? ഞാൻ നിരന്തരമായി ആവർത്തിക്കുന്ന സംഭവമാണിത്. ആരാണ് അന്വേഷിച്ചത്? ഇതുവരെ എത്ര സംഭവങ്ങൾ. കുട്ടികൾ നിലവിളിച്ചപ്പോൾ വാ പൂട്ടാനാണ് പറഞ്ഞത്, പുട്ടളാവ എന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ അക്ഷരം ഉരിയാടിയില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ ഈ കൊലപാതകമാണെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അത് പാർട്ടി അന്വേഷിച്ചതാണ്. വേറെ വർത്താനം വേണ്ട കേട്ടോ. ഒരാൾ പിന്നീട് മിണ്ടിയിട്ടില്ല, ഒരക്ഷരം ഇന്നുമില്ല. ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളും അല്ലെങ്കിൽ നമ്പ്യാർ പോലത്തെ ആൾക്കാർ മാത്രമേ ഈ സാധനം ഇപ്പോഴും ആവർത്തിക്കുന്നുള്ളൂ എന്നൊരാൾ. ഇതുപോലെ നിരന്തരമായി നടക്കുന്ന ഗൂഢാലോചനകൾ, നിരന്തരമായി നടക്കുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ, ഒരാളും തിരിച്ചറിയാതെ പോകുന്ന അദൃശ്യമായ കരങ്ങളാൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു സമൂഹത്തിനകത്ത് സൃഷ്ടിച്ച് സമൂഹത്തെ ഭീതിയിലാഴ്ത്തി ഭരിക്കുക എന്നാൽ ഈ ഭരിക്കുന്നതിന്റെ ഭാഗമായി വരാവുന്ന ഒരു ഭാഷയാണ് ഈ പറയുന്ന PP ദിവ്യ അന്ന് ആർക്കെതിരെ പ്രയോഗിച്ചത്? ഈ പറയുന്ന നവീൻ ബാബുവിനെതിരായിട്ട് പ്രയോഗിച്ചത്. നിങ്ങൾ ആലോചിക്കണമേ. ഇത്രമാത്രം പറയാനുണ്ടായിരിക്കുന്ന ഒരു അഹങ്കാരം, അല്ലെങ്കിൽ അതിന് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ധാർഷ്ട്യം ഇവിടെ നിന്നാണ് ഈ ചെറിയ പ്രായത്തിനകത്ത് ഈ കുട്ടി നേടിയെടുത്തത്? എവിടെ നിന്നാണ് ഈ കുട്ടി നേടിയെടുത്തത്? ഇത് നേടിയെടുത്തത് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം പോലും ചോദിക്കാതിരിക്കാനുള്ള ഒരവസ്ഥ നിർമ്മിക്കപ്പെടുന്നിടത്ത് വരാവുന്ന ഭയാനകതയാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്? ശരിക്ക് ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന സംഭവം യഥാർത്ഥ ഇത്തരത്തിൽ നടക്കാവുന്ന ഒരുപാട് ഭയാനകമായ കൊലപാതകങ്ങളെ ഇനി നടക്കാനിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ വേറെയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ പോലീസ് കാണിക്കുന്ന ജാഗ്രതയുണ്ട്. ആ ജാഗ്രതക്ക് ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. അതെന്താണ്? നാളെ ഇനിയും നടക്കാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങളെ കൂടി ബ്ലോക്ക് ചെയ്യാനുള്ള വളരെ സമർത്ഥമായ സംഭവത്തിന്റെ ഭാഗമാണ്. ഇവിടെയാണ് ഞാൻ കോടതിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉണ്ടാകുന്ന വിവരമോ അറിവോ കഴിവോ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാനൊരു സംശയം ഉന്നയിക്കുകയാണ്. എന്തേ കോടതികൾ പോലും ഇതിനകത്ത് ഈ നിർഭാഗ്യകരമായിരിക്കുന്ന മൗനം പാലിക്കുന്നു? ഇതിനകത്ത് ഇവർക്കിത് അറിയാത്തതുകൊണ്ടോ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ? ഇതൊക്കെ വളരെ കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, റിട്ടയർ ചെയ്ത് പുറത്തേക്ക് വരുന്നിരിക്കുന്ന ഒരു ജഡ്ജിക്ക് നാളെ ഈ പറയുന്ന സ്ഥലത്തൂടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിച്ചാലോ ഒന്നും ഒരു വസ്തു അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളത്തിന്റെ അകത്തെ സംവിധാനം എന്തായി മാറിയെന്നറിയോ? കേരളത്തിലെ സംവിധാനം യഥാർത്ഥത്തിൽ, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റവല്യൂഷൻ നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അത് മഹാഭാഗ്യവുമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മഹാമോശമാണെന്ന് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് മഹാഭാഗ്യം. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിനകത്ത് ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലക്കകത്ത് ഈ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും അത് കോടതിയുടെ മുമ്പിൽ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തത്. അല്ലെങ്കിൽ എന്റെ നാട്ടിൽ ഉള്ളയാൾ തീവണ്ടി തട്ടി മരിച്ചപ്പോ അതിനെക്കുറിച്ച് എൻക്വയറി അവസാനിക്കുകയാണ്. എൻക്വയറി എത്ര സംഭവങ്ങൾ വേണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ? ഇങ്ങനെ വരാവുന്ന ഭയാനകം ഉണ്ടാക്കി ഇവരാണ് ഈ കേരളത്തിനകത്തെ ജനാധിപത്യത്തെ കുറിച്ച് ഏറ്റവും ഗംഭീരമായി സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ഈ സംസാരം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്? മരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? മരിച്ചു പോയിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെയോ മാത്രമല്ല വിഷയത്, മറിച്ച് ഈ കേരളീയ പൊതുസമൂഹത്തിനകത്ത് വളർന്നു വരേണ്ടിയിരിക്കുന്ന ജനാധിപത്യ ബോധങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയുമാണ് നശിക്കുന്നത്. ഇവിടെയാണ് ഈ CPIയുടെ അയാൾ പറഞ്ഞിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അയാൾക്ക് സങ്കടം എവിടെയാണ്? ഒരു വനിതാ സഖാവിന്റെ കേഡർഷിപ്പ് പോയതിന്റെ മേലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേഡർ തൊലഞ്ഞു പോയത്. ഇവിടെ വരേണ്ടത് സങ്കടമുണ്ട്. ആ സങ്കടം ഏതാണ്? ആ സങ്കടം ധർമ്മസങ്കടമാണ്, ധാർമ്മികമായ സങ്കടമാണ്. ഈ ധാർമ്മികമായ സങ്കടം അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർ രാഷ്ട്രീയക്കാരനാവുന്നത്?
എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനാവുന്നത്? ഇവിടെയാണ് ഈ രണ്ട് കുട്ടികളുടെ, നവീൻ ബാബുവിന്റെ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോയിരിക്കുന്ന ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ രണ്ട് മക്കളുടെ ധർമ്മസങ്കടങ്ങൾ. ഈ ധർമ്മസങ്കടങ്ങൾ കാണുന്നതിൽ എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത്? എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത്? ഇവിടെ നമുക്ക് വരുന്ന തെളിവുകളാണ്. ഈ തെളിവുകളെ മുഴുവൻ നിങ്ങൾ വായിക്കുകയാണ്. എല്ലാ തെളിവുകളും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ എന്താണുള്ളത്? ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് എവിടെ നിന്നോ വരെ അദൃശ്യമായ ഒരു കൈ, അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്നത് വെളിച്ചം പോലെയാണ് ഇപ്പോൾ എന്ത് വന്നത്, അത് ദൃശ്യമായി വരികയാണ്. ആ വെളിച്ചമാണ് ഈ പറയുന്ന പിന്നെ ജോയിന്റ് റവന്യൂ ഇവരുടെ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടിലൂടെ ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് എന്തിനാണ് ഇത് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ വാശി എവിടെയാണ് കിടക്കുന്നത്? ഇനി മരണങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ മരണങ്ങളുടെ കഥ പറയാണ്. ഈ വിഷം ചെന്ന് വരിച്ചിരിക്കുന്ന എത്ര ആളുകളുണ്ട് ഈ കണ്ണൂർ ജില്ലയിൽ? വിഷം ചെന്ന് വരിച്ചവർ ഒരൊറ്റ തരത്തിൽ പോലും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്നതാണ്. എത്രയോ മരണങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ദിവസം സംഭവിക്കുന്നതല്ല. നിങ്ങൾ നിരന്തരമായി പല ഘട്ടങ്ങളിലായി കൊടുത്തേക്കുന്ന സ്ലോ പോയിസൺ കൊടുത്ത് നടത്തിക്കുന്ന എത്ര മരണങ്ങൾ, അതെല്ലാം തന്നെ പ്ലാൻഡ് മേഡേഴ്സ് ആണ്. ഇതെല്ലാം നടത്തിയാൽ പോലും ഒന്നും സംഭവിച്ച ഒരൊറ്റയാൾ കോടതിയിൽ പോവില്ല. ഇനി കോടതിയിൽ പോയാൽ പോലും വരുന്നത് എവിടെയാണ്? കോടതിയിൽ പോയാൽ പോലും ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കൊടുത്തിരിക്കുന്ന സംഭവത്തിനകത്ത് ഒരു വലിയ ചീറ്റിംഗ് അല്ലേ നടത്തിയ ശ്രീകുമാർ അല്ലേ? അദ്ദേഹം ചെയ്യാൻ പാടില്ല ആരാണോ ചെയ്തത്? അദ്ദേഹം അത് ചെയ്തതിന്റെ ഗതികേട് എന്താണ്? അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി. ക്രൈംബ്രാഞ്ച് ഏത് ക്രൈംബ്രാഞ്ച്? ആരതാണ് ക്രൈംബ്രാഞ്ച്? ഈ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സാധനമല്ലേ ക്രൈംബ്രാഞ്ച്? ഇത് മുഴുവൻ തന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കറിയില്ല, സാങ്കേതികമായ വിഷയത്തെക്കുറിച്ചോ നിയമപരമായത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷേ ഇത് എങ്ങനെ വന്നാൽ പോലും ഇത് CBI എൻക്വയറിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാവുന്ന ഒരു നിയമപരമായ അന്വേഷണത്തിനുള്ള സാധ്യത തുറക്കു നിർത്തി വെച്ച് മാത്രമാണ് ഇതെന്താ പറയാ, ഇത് പാതാളം പോലെ കിടക്കുന്ന ദുരൂഹമായിരിക്കുന്ന ഈ ഒരു ഗാങ്സ്റ്റർ സംഭവം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. ആ കൊന്നിരിക്കുന്ന സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു. ആ കഥകൾ ഉണ്ടാക്കുമ്പോൾ PP ദേവിയുടെ പേര് നടപടിയെടുത്തില്ലേ? PP ദേവിയുടെ നടപടിയെടുത്ത് ആ പുരുഷന്മാരെ അവസാനിച്ചു വന്നാണോ? മരിച്ചു പോയിരിക്കുന്ന ഈ കുടുംബത്തോട് ആര് സമാധാനം പറയും? ഇത്തരത്തിൽ ഒരു വിഷയങ്ങളുമില്ല. അപ്പോഴും എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ശ്രീകണ്ഠാപുരം തൊട്ട് ഇങ്ങോട്ട് വരാവുന്ന മേഖലയിൽ നടക്കുന്ന ഖനനങ്ങൾ നിർബാധം എന്നോണം നടക്കുകയും ചെയ്യുന്നു. ഈ നിർബാധം നടക്കുന്നതിനും ആരാണ് അന്വേഷിച്ചത്? ഈ കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലക്കകത്ത് ജിയോളജിക്കായി വന്നിരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃഷ്ണ നമ്പ്യാർ? നിങ്ങൾക്കറിയാമോ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ആകെ 4 ഉദ്യോഗസ്ഥന്മാരാ. 4 ഉദ്യോഗസ്ഥന്മാർ. എത്ര ആളുകൾ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുക്കും? എല്ലാവരും ഒപ്പിട്ട് കൊടുക്കും. കാരണം ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു വീട്ടിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെ വരിഞ്ഞു കുറിയിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവത്തിന്റെ ഭാഗമായാണ് അത്. പെറ്റീഷൻ എവിടെ പോകുന്നു? പെറ്റീഷൻ കൊടുക്കുന്നു AKG സെന്ററിലേക്ക് പെറ്റീഷൻ കൊടുക്കുന്നു. അത് റെക്ടിഫൈ ചെയ്ത് തിരുത്തിയിട്ട് ആര് കൊടുക്കുന്നു? AKG സെന്ററിന്റെ അന്നത്തെ ആഫീസ് സെക്രട്ടറി, ഇപ്പോഴത്തെ പുതിയ എന്താ പറയാ നേരിട്ട് അതിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ ബിജു കണ്ടക്ക ചെയ്ത ആൾ. അങ്ങനെയാണ് പത്രങ്ങൾ സാധനം വന്നത്. അയാൾ ഈ കേസിനകത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ലേ? ഈ കേസിനകത്ത് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതില്ലേ? അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് വാസ്തവം? ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ശക്തിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഈ സംഭവത്തിന്റെ എല്ലാം എന്താ പറയുക ഗൂഢാലോചനക്കാരെന്ന് പൊതുജനം ആരോപിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് അത് റിവീൽ ചെയ്യപ്പെടുകയാണ്. ഈ റിവീൽ ചെയ്യപ്പെടുന്ന സംഭവത്തിന്റെ മേലെയാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ഈ അന്വേഷണം വരുമ്പോഴാണ് നേരത്തെ ആദ്യ തുടക്കത്തിൽ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഹൈക്കോടതി അഡ്വക്കേറ്റ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ IAS ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ്? വാസ്തവത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? ആ നിയന്ത്രിക്കുന്നതിടത്തും പാർട്ടി വന്നില്ലേ? ഇല്ല എങ്കിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ IAS ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഒരാൾ പാർട്ടിക്ക് സമാനമായിരിക്കുന്ന സ്ഥലത്ത് പോയി ഈ സംഭവത്തിന് ശേഷം ഒരു ചടങ്ങിൽ പങ്കെടുത്തത് നമ്മളെല്ലാവരും പത്രത്തിൽ കണ്ടുവല്ലേ? അപ്പൊ ഇങ്ങനെ പോകാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇത്രയും ഗൗരവതരമായിരിക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾ പാസ്സായത്? എന്തിനാണ് സാർ ഇത് പാസ്സായത്? എന്താ പാസ്സായത്? നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിയുടെ ബ്രാഞ്ചിന് മെമ്പറായ പോലെ എന്താ ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത്രയും വലിയ തോതിലുണ്ടായ ഒരു പരീക്ഷ പാസ്സാകുക, ആ പരീക്ഷ പാസ്സായിട്ട് പോലും ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പരീക്ഷ പാസ്സായത് എന്നുള്ള ധാർമ്മികമായിരിക്കുന്ന ചോദ്യവും രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ ചോദ്യവും ചോദിക്കാതെ നിങ്ങൾ ഇവിടെയും വിനീതനും വിധേയനുമായി ഇത് ചെയ്യുമ്പോൾ മരിക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആരാണ്? യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ് എന്തിനു വേണ്ടി കറപ്ഷന്റെ ഭാഗമായി കൊല്ലുകയാണത്. അങ്ങനെ കൊല്ലുന്നൊരവസ്ഥക്ക് എതിരായി വരേണ്ടുന്ന ഒരു സംഗതിയുടെ ഭാഗമായി വരേണ്ടിയിരിക്കുന്ന ഒരു വിഷയം. ഇത്തരത്തിലുള്ള സംഭവത്തിന് എതിരായി വരുന്ന ഒരു വലിയ നിയമയുദ്ധമാണ് നടക്കേണ്ടത്. ആ നിയമയുദ്ധത്തിനുള്ള സാധ്യത ഒരുപക്ഷെ ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്ന് പറയുന്ന സംഭവത്തിലൂടെ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ ഗൂഢാലോചനയിൽ വന്നിരിക്കുന്ന ആളുകളെ
പുറത്തു കൊണ്ടുവരാൻ പര്യാപ്തമാകുമെന്നും ഞാൻ കരുതുന്നു മിസ്റ്റർ നമ്പ്യാർ. യെസ്, സംഭവിക്കട്ടെ. അതിനുവേണ്ടിയാണ് നമ്മുടെയൊക്കെ പോരാട്ടം.